നമ്മൾ വിഷമം തോന്നി അവരൊരു വാക്ക് പറഞ്ഞു. അവർക്ക് കിടപ്പാടമില്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും മക്കളെ പറയാൻ പറ്റാത്തൊരു വാക്ക്. മക്കളെ അത് കാണുമ്പോൾ നിന്റെ അമ്മയൊക്കെ തെണ്ടിയല്ല ഇതൊക്കെ അത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. 15. ഹലോ ഗൈസ്, ഹെക്സ് മീ ഡാനി. അപ്പോൾ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും സബ് ചെയ്യാത്തവർ സബ്ബൊക്കെ ചെയ്യുക. കാരണം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, സബ്ബും കാര്യങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല. അപ്പം ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം നമ്മുടെ സുതിമോൾ MC എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ഇപ്പം അടുത്ത സമയത്ത് യൂട്യൂബിൽ കൂടെ കത്തി നിൽക്കുന്നതാണ്. ആ ചേച്ചി ഒരു ചെറിയ പെമ്പറച്ചിരിക്കാത്ത അത്യാവശ്യം പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളും കൂടാണ്. ലേറ്റസ്റ്റ് വീഡിയോയിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിച്ചായിരുന്നു ചേച്ചിയോട് വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാമോയെന്ന് ചോദിച്ചു. ഓക്കെ, അങ്ങനെ ചേച്ചിയുടെ വീടും കാര്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയും ബുദ്ധിമുട്ട് ആ പാവത്തിലുണ്ടെന്നുള്ള കാര്യങ്ങൾ കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അത് നിങ്ങൾ ആ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ പോരാത്തതിന് പെൺകുട്ടികളൊക്കെ ഉള്ളൊരു വീടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു വീട്ടിൽ എൻ്റെ ഭാഗത്ത് വെള്ളം കയറുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ വീടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജൂൺ ജൂലൈ സമയത്ത് നമ്മുടെ അവിടെയും കുറച്ച് വെള്ളം കയറിയതാണ്. അങ്ങനെ വെള്ളം അത്രയ്ക്ക് കയറാത്തതാണ്. പക്ഷേ ആ വെള്ളം കയറിയ സമയത്ത് ഈ ചേര പാമ്പൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം നമുക്ക്. അപ്പോൾ നിങ്ങൾ ആ വീട്ടിലെ അവസ്ഥയൊന്നും ആലോചിക്കണം. എന്നൊരു കൊച്ചു വീടാണ്, അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഞാൻ സുതിമോൾ. കുറെ ആൾക്കാരോട് മെസ്സേജ് ഒക്കെ ഇട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീടിന്റെ അകവും പരിസരവും ഒക്കെ ഒന്ന് കാണിക്കാം സുതിമോളെ. വഴിയല്ല കാണിച്ചോളൂ, വീടിന്റെ അകവും വീടും മുറ്റവും ഒക്കെ ഒന്ന് കാണിക്കാൻ വയ്യെന്ന്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണ അതാണ് കേട്ടോ. മുറ്റം നിറയെ വെള്ളം കിടക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ മുറ്റമാണ്. ആരും തെറ്റിദ്ധരിച്ചൊന്നും കളഞ്ഞേക്കരുത്. ഇത് നമ്മുടെ മുറ്റമാണ്. ചിലർക്ക് ഇത് തോടോ മഴയോ ഒക്കെ ആയിരിക്കുമെന്ന്. ഞാനിവിടെ ആദ്യ കാലത്ത് വന്ന സമയത്തൊക്കെ ഭയങ്കര ഇങ്ങനെ വെള്ളം കയറി വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടെൻഷനും. ഈ നമ്മുടെയൊക്കെ മലയല്ലേ നാടൊക്കെ, മലയും കാടും ഒക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ മുറ്റത്ത് വെള്ളം കയറുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ വറ്റി വരേണ്ട കിടക്കുന്ന സമയമായിരുന്നു. വന്ന് കുറച്ച് ദിവസം ഞാൻ ജൂൺ മാസമാണ്, ജൂൺ 16-ാം തീയതി വരുന്നത്. ആ ദിവസം വലിയ കുഴപ്പമില്ല. ഞാൻ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ വെള്ളം കയറാൻ തുടങ്ങി. വെള്ളം നിസ്സാരം ഇതിലും കവർ ചെയ്ത് വരും, ഭയങ്കര കയറും. ആ സമയത്ത് ഞാനിതൊക്കെ അത്ഭുതപ്പെട്ടു വരും. ഭയങ്കര നെഞ്ചിരിപ്പായിരുന്നു കാണുന്നത്. നമ്മുടെ അവിടെ ഭയങ്കര മലയും കാടും ഒക്കെ ആണല്ലോ. പിന്നെ ഇത് ഇവിടെ സമയം കളയണ്ട, നമുക്ക് അകത്തോട്ട് പോകാം. പെരയൊക്കെ കാണണ്ടേ. ഇതുപോലെ വെള്ളമായിരിക്കും എപ്പോഴും. അതുകൊണ്ടോ ഇതുപോലെ വെള്ളമായിരിക്കും ഫുൾ ടൈം ഇവിടെ. ഒരു സമയം പോലും നമുക്ക് വെള്ളം ഇല്ലാത്ത സമയം ഉണ്ടാവില്ല കേട്ടോ ഇവിടെ. എല്ലാവർക്കും തന്നെ മഴ പെയ്യുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ വെള്ളം. നമുക്ക് അങ്ങനെയല്ല, ഫുൾ ടൈം വെള്ളമാണ് കേട്ടോ. പക്ഷേ അഹങ്കാരം ഞങ്ങൾക്കില്ല കേട്ടോ. ഇതുണ്ടോ നമ്മള് തറയാണ് കേട്ടോ. തറയായിരുന്നു, സിമെന്റ് തറയായിരുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളം കയറുന്ന സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര ഈർപ്പനായിരിക്കും, ഒന്നും രക്ഷ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ബെഡ്റൂം കാണാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുവാനും കേട്ടോ എന്റെ കണക്കനുസരിച്ച്. ഇത് എന്റെ മൂത്തവര് കുഞ്ചനും അമീഷ അനീഷ കിടക്കത്തില് സുണ്ടപ്പം കിടന്ന് അവിടെ കുളിപ്പ് വെച്ചത്. ഇത് നമ്മുടെ കുഞ്ഞൂസിന്റെ എന്റെ ബെഡാണ്. ഞങ്ങളുടെ അമ്മ വിളിച്ചിരുന്നൊരു പുതപ്പാണ് കേട്ടോ. അമ്മയുടെ ഓർമ്മക്കാട് സൂക്ഷിച്ചിരുന്ന ഒരു പുതപ്പ്. ഇത് തിരിച്ചാൽ ഞങ്ങൾ ചേട്ടായിക്ക് ഇത് തിരിച്ചാലേ ഉറക്കം വരുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമ്മയോട്, എന്റെ അമ്മയാണെങ്കിൽ പോലും ചേട്ടായിക്കാണ് അമ്മയോട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ്. കാരണം മരുമകളെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ജീവനായിരുന്നു ചേട്ടായിന്. കാരണം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ അമ്മയ്ക്കൊരു അബദ്ധമാണ് സംഭവിച്ച ഒരാളായതുകൊണ്ട് എന്നെ പൊന്നു പോലെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ജീവനായിരുന്നു ചേട്ടനെ. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ അടിമാലി ചെന്ന സമയത്ത് അമ്മയ്ക്ക് ചേട്ടായി ഭയങ്കര തണുപ്പ്, ഇച്ചിരി തണുപ്പൊക്കെ ചേട്ടായി ചുരുണ്ട് കൂടും. അപ്പൊ അത് കണ്ടപ്പോ അമ്മ മേടിച്ചു കൊടുത്ത് അമ്മ മരിച്ചപ്പോൾ ചേട്ടായിക്ക് തിരിച്ചു കിടന്ന് ഉറങ്ങുള്ളൂ. ഇതില്ല ഒരു പ്രാവശ്യം പോലെ ഉറങ്ങാൻ ഞാൻ കണ്ടില്ല. അത് അലക്കാനുള്ള സമയത്ത് അലക്കെ തന്നെ ഉറങ്ങാനുള്ള വെയിലുണ്ടെങ്കിൽ മാത്രം അലക്കിട്ടു. എത്ര ബുദ്ധിമുട്ടോടെ പാവം പിടിച്ചവരവിടെ കഴിഞ്ഞു കൂടുന്നത്. അപ്പം ഒരു സംഘടന അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വസ്തു ഒരു നല്ല സ്ഥലം നോക്കി അത് നമ്മൾ സെറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ചേച്ചി വീഡിയോസിലും കാര്യങ്ങളൊക്കെ അത് സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് എമൗണ്ടും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയുണ്ട്. എനിക്കുള്ള തയ്യാറെടുപ്പൊക്കെ ഞാൻ തോന്നുന്നു. ഓക്കെ, ഇതല്ല ഇവിടുത്തെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ കുറേ കമൻറ്റുകൾ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. നിന്റെ മക്കളെ വിട്ടിട്ടല്ലേ നീ ജീവിക്കുന്നത്, നീ അങ്ങനല്ലേ ഇങ്ങനല്ലേ മറിച്ചതല്ലേ, പോയി പണിയെടുക്കടി, നാണമില്ലേ നിനക്ക് ഇങ്ങനെ ഇറക്കാനൊക്കെ എന്നുള്ള രീതിയിൽ സംസാരിച്ച് അവരവരുടെ കാര്യങ്ങളല്ലേ സംസാരിച്ച് ഒരു വ്ളോഗായിട്ട് അവർ സംസാരിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടുകൾ കാണാൻ. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് പറയുന്നുണ്ട് ചേച്ചി എങ്ങനെയൊക്കെയാണ് അവിടുത്തെ രീതികൾ, ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കുമെന്ന് അവർ പറയും. സ്വാഭാവികമായിട്ട് പറയുന്നുണ്ട്. അതെന്തെങ്കിലും ആട്ടെ, ഈ കിടന്ന കമന്റ് ഇടുന്ന നിനക്കൊക്കെ ഈ പറയല്ലോ നിനക്കൊന്നും വേറെ പണിയില്ല, പോയി പണി നോക്കടി അങ്ങനെയെന്ന് പറയാം. അല്ല, ഞാൻ ആലോചിക്കുക, ഓക്കെ അങ്ങനെ ചെയ്യുന്നവരുടെ കാര്യങ്ങൾ നിങ്ങളെന്തിനാ ഇടപെടുന്നേ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ. എന്തിനാ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുന്നവരുടെ കമന്റ് ഇട്ട് നിങ്ങളുടെ സമയം എന്തിനാ നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നേ?
ഓക്കെ, എന്തെങ്കിലും ആട്ടെ, നമുക്ക് ചേച്ചി പറയുന്ന കാര്യം കൂടെ ബാക്കിയും കൂടെ ഒന്ന് കേട്ട് നോക്കാം. ചിലക്കലൊന്നും മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് വിഷം, അവരെ സ്കൂളിൽ കാണുന്ന ടീച്ചർമാരുണ്ട്, കൂടെ പഠിക്കുന്നവരുണ്ട്, അത് കാണുമ്പോൾ നിന്റെ അമ്മയൊക്കെ തെണ്ടിയല്ല ഇതൊക്കെ പേര്, അത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. 15 വയസ്സുള്ള മക്കളല്ലേ, അവരുടെ മനസ്സിൽ കുറെ വിഷമങ്ങൾ വരാം. അതെനിക്ക് ഭയങ്കര വിഷമം വന്നു. മക്കളെ കാണിച്ച് തെണ്ടി സ്ഥലം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും, സത്യം പറഞ്ഞാൽ ഇപ്പോഴല്ലേ എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞത്. ഞാൻ ഒലിച്ചിരി വമ്പർച്ചിരി വന്നതിന് ശേഷമാണ് എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞ് എല്ലാവരും എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. അതിന് മുന്നേ സ്തുതി ഉണ്ടായിരുന്നു, ആരും അറിയാവുന്ന ഒരു സ്തുതി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പൊറോട്ട കമ്പനി പോകും. എനിക്ക് നടക്കണമെന്ന് ഞാൻ ഇതിന് വലിയ ഫോറ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പൊറോട്ട കമ്പനി ചെന്ന് പണിയെടുത്തിട്ടുണ്ട്, തുണിക്കട നിന്നിട്ടുണ്ട്, ചെരുപ്പുകട നിന്നിട്ടുണ്ട്, റേഷൻ കട നിന്നിട്ടുണ്ട്, തെങ്ങ് കയറിയിട്ടുണ്ട്. ഇത് ഹോട്ടലിലൊക്കെ പുറകില് പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട്, ഹോട്ടലിൽ പണിക്ക് നിന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊക്കെ ചെയ്യാത്ത പണികളൊന്നുമില്ല, ഹോട്ടലിൽ പണിക്ക് ചെയ്യുന്നത്, വേസ്റ്റ് വരെ കൈകൊണ്ട് വാരിയിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചത് ഒരു സ്തുതിയുണ്ട്. കേട്ടിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ചേച്ചി ചെയ്യാത്ത പണികളില്ല. അവർ തെങ്ങ വരെ കയറിയിട്ടുണ്ട് സത്യത്തില്. പിന്നെ ഒരു പൊറോട്ട കമ്പനി പോയി ജോലി ചെയ്തിട്ടുണ്ട്. അവർ ചെയ്യാത്ത ജോലികളില്ല. നമുക്കൊക്കെ വീട്ടിലിരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ച് കൊണ്ട് തരുകയും ചെയ്യും. അതിരുന്ന് ഞഞ്ഞ തിന്നിട്ട് ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും ഇപ്പം എനിക്കാണെങ്കിൽ അമ്മ ആഹാരം കൊണ്ട് തരും, വെള്ളം കൊണ്ട് തരും, മോനെ ആവി പിടിക്കുന്നെങ്കിൽ എനിക്ക് പനിയാ എല്ലാം മുന്നിൽ കൊണ്ട് തരുന്നുണ്ട്. എന്തിന് 24 വയസ്സ് വരെ വോർലിക്സ് കലക്കിയാ തന്നുകൊണ്ടിരുന്നത്. പിന്നെ പറഞ്ഞ് ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നത്. നമുക്കൊക്കെ അത്രയൊക്കെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള ടീംസുകളാണ്. ഇവർ ചെയ്യാത്ത ജോലികളില്ല. അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തി, അവർക്ക് സത്യം പറഞ്ഞാൽ അർഹതപ്പെട്ടാണ് സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളാണെങ്കിൽ പോലും. ദൈവം അറിഞ്ഞു കൊടുക്കുക എന്ന് പറയത്തില്ലേ, അതാണ് അവർ. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം. ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയത്തില്ലേ, അങ്ങനെ കുറെ എണ്ണമാണ് ഈ കിടന്ന് ഇങ്ങനെ വന്ന് മെഴുകുന്നത്. നമുക്ക് ബാക്കിയും കൂടെ കേട്ട് നോക്കാം. അങ്ങനെ പറയണം. പിന്നെ വേറെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നി, അതൊക്കെ പിന്നെ പോട്ടെ, എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നി അവരൊരു വാക്ക് പറഞ്ഞു. അവർക്ക് കിടപ്പാടമില്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും മക്കളെ പറയാൻ പറ്റാത്തൊരു വാക്ക്, മക്കളെ സൃഷ്ടിക്കുന്നതിന് കുറവൊന്നും ഇല്ലല്ലോ. മക്കളെന്ന് പറഞ്ഞാൽ അത് ദൈവം തരുന്നൊരു വരദാനോ. ഞങ്ങൾ ആദ്യം എനിക്ക് ആ 2 ടിൻസ് ഒറ്റ പ്രസവത്തിൽ എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് ഒരുമിച്ച്. ദൈവം നോക്കുമ്പോഴത്തേക്ക് വിചാരിച്ചു 2 ഒരുമിച്ചിരിക്കട്ടെ, അവൾ ഒന്നിനല്ല ആഗ്രഹിച്ചത്, 2 ഒരുമിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം എനിക്ക് വാരിക്കോ 2 മക്കളെ ഒരുമിച്ച് തന്നതാണ്. അല്ല 2 പ്രാവശ്യമുണ്ടായ മക്കളല്ല, അത് അവർ ഒരുമിച്ച് സൃഷ്ടിച്ച് ദൈവം എനിക്ക് തന്ന, എനിക്ക് ഒരു പുണ്യം പോലെ നിധി പോലെ എനിക്ക് തന്നതാണ് എന്റെ മക്കൾ. അങ്ങനെ കിട്ടിയ മക്കളാണ്. അപ്പൊ അവര് മതി, ഇനി എനിക്ക് വേറെ മക്കളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇനി അത് മതി എന്ന് ഓർത്തിരുന്ന സമയത്ത് ഞാൻ എന്റെ സ്റ്റാൻഡപ്പിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവം ഞങ്ങൾ അറിയാതെ കിട്ടിയ ഒരു മുതലാണ് ഞങ്ങളുടെ സുണ്ടപ്പൻ. അല്ലാതെ ഞങ്ങളിത് കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ച് കിട്ടിയ ഒരാളല്ല സുണ്ടപ്പൻ. അപ്പൊ ദൈവം ഞങ്ങളുടെ ഉള്ളിൽ എനിക്ക് തന്ന കുഞ്ഞാണ്. നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് വന്നതാണ്. പക്ഷെ എന്റെ സുണ്ടപ്പന് ഞങ്ങൾ പുണ്യാണ് കേട്ടോ. ചിലപ്പോ അവിടെ നാളിന്റെ ആണോ അല്ലെ അവിടെ നല്ലതിന്റെ ആണോ ഞങ്ങളിപ്പോ ഇങ്ങനെ രക്ഷപ്പെട്ട് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ മക്കൾ കഴിഞ്ഞിട്ട് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചങ്ക് പൊട്ടി നടക്കുന്നതും ജീവിക്കുന്നതും ഈ ഓടുന്നതും എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. അപ്പൊ ചുമ്മാ ഇരുന്ന് കുട്ടികളെ വരെ ഇരുത്തി ഇപ്പം ഇതിനകത്തൊക്കെ പിടിച്ചിടുന്ന മോശമാണ്. മക്കളെ വെച്ച് വീഡിയോ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. എന്താ പറയണ്ടേ, പിന്നെ പിള്ളേരെ കൂട്ടുന്നതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയാണ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അവർ പറഞ്ഞില്ലേ ഇതൊക്കെ ദൈവം തരുന്ന ഒരു വരദാനം തന്നെയാണ്. ടിൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, അതൊന്ന് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഇതുണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പിന്നെ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കാം. എന്തായാലും ചേച്ചി എന്താ പറയണ്ടത്, നിങ്ങൾ ഒരു നല്ല നിലയിൽ എത്തിക്കാണണമെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വലിയ ഉയരങ്ങൾ നടത്തണം. പിന്നെ എന്താ പറയുക, വന്ന വഴി മറക്കാതിരിക്കുക. ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും പറയാം, നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ രക്ഷപ്പെട്ട് സത്യം പറഞ്ഞില്ല. പിന്നെന്താ പറയുക, ഇപ്പോൾ ഒരു കുട്ടിയും വന്നില്ല. ചേച്ചി ആ വീഡിയോക്കകത്ത് പറയുന്നത് അവൾ വന്നതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. നമ്മളെ ഉണ്ടാകത്തുള്ളൂ, ഇവരാരും കാണത്തില്ല. ഇങ്ങനെ കുറ്റം പറയാൻ 100 ആൾക്കാരുകളാണ്. കുറ്റം പറയാം, നമ്മളെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കും. അല്ലാത്തപ്പം 100 കുറ്റങ്ങളും പറയാം. അതുകൊണ്ട് മൈൻഡേ ചെയ്യേണ്ട ആവശ്യമില്ല. ചേച്ചി ഇതുപോലുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുക. നിങ്ങളിപ്പോൾ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, മഴവിൽ മനോരമ എന്ന് പറയുന്നൊരു ചാനലിൽ തന്നെ പ്രോഗ്രാമിലൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? ചേച്ചിയുടെ തട്ട് അത് അങ്ങനെ തന്നെ ഇരിക്കും. ചേച്ചി ഉയരലെങ്കിൽ എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ അമ്മ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഇവിടെ എപ്പോഴും ടി വിയിലൊക്കെ വെച്ചിട്ട് ഫ്രീ ആകുമ്പോൾ ഇടയ്ക്കൊക്കെ ഇട്ട് തരാനൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ ഇങ്ങനൊരു സംഭവമുള്ള കാര്യം ഞാൻ അറിയുന്നത് ഇപ്പോഴായിരുന്നു. അതാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ വന്നത്. ഓക്കെ ചേച്ചി, എന്തായാലും ഹാപ്പി ആയിട്ടിരി. ലവ് യു ഓൾ ഗൈസ്, ബൈ.